Now it's my privilege to invite our esteemed manager, Reverend Father Anthony Ethakat, to deliver the inaugural speech and formally inaugurate the event by lamplighting. നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്നേഹമുള്ള പ്രൊഫസർ ഡോക്ടർ ജോച്ചൻ ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട തോമസ് കാഞ്ഞിരവേലച്ചൻ, ബെർസാർ, പ്രിയപ്പെട്ട കാരിക്കൊമ്പലച്ചൻ, വേദിയിലിരിക്കുന്ന അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്ന് കോളേജ് ഡേ ആണ്. നമ്മുടെ കോളേജിൻ്റെ ഒരു വർഷത്തെ റിപ്പോർട്ട് ജോച്ചൻ സാറ് വളരെ കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ചത് കേട്ടു. വൈവിധ്യമാർന്ന പരിപാടികളുമായി നമ്മുടെ ക്യാമ്പസ് ഒരു വർഷം കൂടി പിന്നിടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു വയസ്സുകൂടെ കൂടിയിട്ടുണ്ട്. നിങ്ങളിവിടെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറായിട്ട് വന്നവർ സെക്കൻഡ് ഇയർ ആകാൻ പോകുന്നു, സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് ആകാൻ പോകുന്നു, തേർഡ് ഇയേഴ്സ് പുറത്തിറങ്ങാൻ പോകുന്നു, പി ജിക്കാർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സ് ക്യാമ്പസ് പഠനമെല്ലാം കഴിഞ്ഞ് കർമ്മമണ്ഡലങ്ങളിലേക്കും ഇറങ്ങുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ കോളേജിൽ ഒരു വർഷം വളരെ തീഷ്ണതയോടെ പഠിക്കാനും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ, അതുപോലെ ഈ കോളേജിനെ നയിക്കുന്ന ജോച്ചൻ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ടീച്ചിങ് ടീം കർമ്മനിരതരായി സമർപ്പണ മനോഭാവത്തോടെ ഒരു വർഷം നിങ്ങളെ പഠിപ്പിച്ചതിൽ, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുത്തതിൽ, നിങ്ങളെ മെൻറ്ററായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പരിശീലിപ്പിച്ചതിൽ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് നിങ്ങളെ സഹായിച്ചതിലൊക്കെയുള്ള സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10 വർഷം പിന്നിട്ട് 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓരോ വർഷവും കഴിയുന്നതോറും നമ്മൾ അനുഭവ സമ്പത്തിൽ കുറച്ചുകൂടി ഉയർന്ന ഒരു പടവിലേക്ക് കയറുകയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ്, അവർക്ക് ഒരു വർഷം കഴിഞ്ഞു, അവരുടെ അനുഭവങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. കുറച്ചുകൂടെ മികവുള്ള, കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഒരു അന്തരീക്ഷമാക്കി നമ്മുടെ ഈ ക്യാമ്പസിനെ മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ അധ്യാപകരും കുട്ടികളും മാനേജ്മെൻറ്റും എല്ലാം ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എനിക്കെപ്പോഴും ഈ കോളേജ് വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനിന്ന് ഈ മങ്കൊമ്പ് വഴി വന്നപ്പം മങ്കൊമ്പിലെ നമ്മുടെ കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധി, നെല്ലെല്ലാം കൊയ്ത് പാടശേഖരങ്ങളിൽ കിടക്കുന്നു, എടുത്തുകൊണ്ട് പോകാനായിട്ട് മില്ലുടമകൾ തയ്യാറാകുന്നില്ല, അവരോട് കിഴിവ് ആവശ്യപ്പെടുന്നു, അവർ നട്ടം തിരിയുന്നു, അവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അവർ പണം കടമെടുത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്, അതിനൊന്നും തക്കതായിട്ടുള്ള പ്രതിഫലം അവർ കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ധർണ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെയും കൂടെ കയറി അവർക്ക് ഐക്യദാർഢ്യമൊക്കെ പറഞ്ഞ് പാടി ഓഫീസിൽ കയറി ഓഫീസർമാരോട് സംസാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു വീട്ടിൽ വരുന്ന അനുഭവമാണ്. ഇവിടെ മാനേജ്മെൻറ്റും സ്റ്റാഫും സ്റ്റുഡൻസും എല്ലാവരും ഒരു കുടുംബമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ജോച്ചൻ സാർ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഇവിടെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ ശാന്തമായിട്ടിരുന്നതൊക്കെ കേൾക്കുന്നത് കാണാനിടയായി. കുടുംബത്തിൻ്റെ ഒരു അനുഭവവും അരൂപിയും ഇവിടെയുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും നിശബ്ദരായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത്. കുറച്ചുപേരൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, എങ്കിൽ പോലും ഒരു പൊതു ഡിസിപ്ലിൻ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണിത്. നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെ ഇവിടെ കഴിയുന്നു. നമ്മൾ കുടുംബത്തിലുള്ള ആളുകളുമായി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഈ ക്യാമ്പസിൽ ചെലവഴിക്കുന്നുണ്ട് ഒരു പക്ഷേ. അപ്പോൾ വളരെ നല്ലൊരു സൗഹൃദമുള്ള ക്യാമ്പസാണിത്. അധ്യാപകർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇടപെടുന്നു. ഇതെല്ലാം ഓർത്ത് ക്യാമ്പസിനെ കുറിച്ച് അഭിമാനിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ കോളേജ് ഡേ എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്കൊരു അഭിമാനബോധം തോന്നണം. ഞാൻ പുന്നപ്പറയിലുള്ള ഈ മാർ ഗ്രിഗോറിയസ് കോളേജിൻ്റെ സ്റ്റുഡൻ്റാണ്. എനിക്കിതിൽ അഭിമാനമുണ്ട്. നല്ല അധ്യാപകരാണ് ഞങ്ങൾക്കുള്ളത്, നല്ല ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ഞങ്ങൾക്കുണ്ട്, പരസ്പരം വളർത്തുന്നവരാണ്, ഞങ്ങളിവിടെ സേഫാണ്. ഇതൊക്കെ നമ്മൾക്ക് അഭിമാനം നൽകുന്ന ചില കാര്യങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ച് ഓർക്കാനും അഭിമാനിക്കാനും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം SP കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി
ഗവേണിംഗ് കൗൺസിൽ കൂടിയിരിക്കുകയായിരുന്നു. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകര്, ഗവൺമെന്റ് നോമിനിയൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം സംസാരിച്ചൊരു കാര്യം, കോളേജുകൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് എംപ്ലോയിബിലിറ്റി, അതായത് അവരെ പ്ലേസ്ഡ് ആക്കാനായിട്ടുള്ള സ്കില്ല് കൂടി അവരെ പരിശീലിപ്പിക്കണം. ഇതാണ് അവർ പറയുന്നത്. ഒരു കുട്ടി ഡിഗ്രി പഠിക്കുന്നത് കൊണ്ടോ PG പഠിക്കുന്നത് കൊണ്ടോ എംപ്ലോയിബിൾ ആകണമെന്നില്ല. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുന്നതിൽ അവർക്ക് സ്കിൽ വേണം, സ്കിൽസ് ഉണ്ടാകണം. അപ്പോൾ സ്കിൽസ് പഠിപ്പിക്കാനായിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ ഉണ്ടാകണം. ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ തന്നെ വെച്ച് ഔട്ട്കം ഉണ്ടാകുന്ന രീതിയിലുള്ള പഠന പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുക. എന്താണ് ഔട്ട്കം? അവർക്ക് ഈ പഠിക്കുന്ന അറിവ് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള പരിശീലനം ക്യാമ്പസുകളിൽ കൊടുക്കണം. ഇതാണ് ഇന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ നിങ്ങളെ എംപ്ലോയബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഡിഗ്രി പാസ്സാകുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോലിക്ക് അർഹരാകുന്നില്ല. നിങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്കനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള മറ്റ് സ്കിൽസ്, അറിവിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട മറ്റ് സവിശേഷതകൾ വളർത്തിയെടുക്കുവാൻ കലാലയം നിങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആഡ് ഓൺ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. ആഡ് ഓൺ കോഴ്സുകൾ, നിങ്ങളുടെ സിലബസ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ചകഴിഞ്ഞ് ഇവിടെ ഇരുന്ന് പഠിക്കേണ്ട വിഷയങ്ങൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളാണ്. സിലബസിലില്ലാത്ത എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള പരിശീലനം നമുക്ക് ആ ക്ലാസ്സുകളിലൂടെ ഉണ്ടാവണം. അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ ഈ ഉച്ചകഴിഞ്ഞുള്ള ആഡ് ഓൺ കോഴ്സുകളിൽ നമ്മുടെ കുട്ടികൾ കൂടുതലും പങ്കെടുക്കണം. ഇതുപോലെയുള്ള കോളേജ് ഡേ സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ്. ഇതുപോലെയുള്ള വേദികളിൽ വന്നു നിന്നുകൊണ്ട് സംസാരിക്കുക, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകാശിപ്പിക്കുക. ഇന്നിവിടെ ഒത്തിരി കലാപരിപാടികളുണ്ട് എന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന 1000-ത്തിനടുത്തുള്ള കുട്ടികൾ മുഴുവൻ സ്റ്റേജിൽ വന്ന് ഈ ഡപ്പാങ്കൂത്ത് ഡാൻസ് കളിച്ചാൽ മാത്രം പോരാ, സ്റ്റേജിൽ വന്ന് നമ്മൾ പെർഫോം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്. ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ, ആശയം പറയുവാൻ സെൽഫ് കോൺഫിഡൻസ് എനിക്കുണ്ട്, എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ല അഭിമാനമുണ്ട്, ആത്മവിശ്വാസമുള്ള ഒരു യുവാവാണ്, യുവതിയാണ് ഞാൻ എന്ന് പറയത്തക്ക രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നടുവ് നിയർത്തി തല ഉയർത്തി നിൽക്കുവാനായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ കൂടുതൽ എംപ്ലോയിബിൾ ആകും, കൂടുതൽ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും, നിങ്ങൾ ലോകത്തിന് മുമ്പിൽ പരാജയപ്പെടുകയില്ല. അപ്പോൾ ഈ കലാലയം നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് അത്തരം സ്കില്ലുകൾ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതുപോലെയുള്ള കോളേജ് ഡേ സെലിബ്രേഷൻസ് ഒക്കെ വഴിയായി നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കിട്ടിയ 1-2 വാർത്തകൾ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആകണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഈ പോക്ക്, ഇന്നത്തെ അവസ്ഥ, അതിനെക്കുറിച്ച് വളരെ റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം. ഈ നമ്മുടെ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് HIV എന്ന രോഗം കണ്ടുവരുന്നു, കൂടുതൽ കാണുന്നു എന്നുള്ള ഒരു കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുകയുണ്ടായി. ഈ HIV എന്നുള്ള രോഗം അധാർമികമായ ജീവിതം വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. അതുപോലെ തന്നെ സിറിഞ്ചുകൾ വഴിയായിട്ടും ഇത് പടരാൻ സാധ്യതയുള്ള രോഗമാണ്. എയ്ഡ്സ് എന്നൊക്കെ പറയുന്ന രോഗം പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ന് കേരളത്തിൽ എയ്ഡ്സ് ബാധിതരായിട്ടുള്ള, HIV ബാധിതരായിട്ടുള്ള യുവജനങ്ങളുണ്ട് എന്നാണ് കണക്ക്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത്, ഈ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ സിറിഞ്ച് കൈമാറുന്നു. ഒരാൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് മറ്റുള്ള ആൾ ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഒരാളിൽ നിന്നുള്ള രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നു. ലഹരി മൂലം മനുഷ്യൻ അധാർമികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിപത്തുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ജീവിത രീതികളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവന് തന്നെ ഹാനികരമാകുന്ന രീതിയിലുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ തകർക്കാം, നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കാം. അതുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ ട്രെൻഡ്, തെറ്റായ ഒരു മനോഭാവം, തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ,
തെറ്റായ ചില ബന്ധങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അതുമൂലം കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായി തീരേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നാശങ്ങൾ, ഇതൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. കോളേജ് ഡേ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി, എൻ്റെ ബന്ധങ്ങളുടെ വിശുദ്ധി, എൻ്റെ സൗഹൃദങ്ങളുടെ പരിധികൾ ഒക്കെ നിർണ്ണയിക്കുവാൻ എനിക്ക് കഴിയണം. എൻ്റെ ശരീരത്തെ അപകടത്തിലാക്കുന്ന, എൻ്റെ ജീവന് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയിലും സൗഹൃദത്തിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ കഴിയണം. കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളുടെ മാതൃക സ്വീകരിക്കണം. ക്ലാസ്സിൽ മുഴുവൻ സമയം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, ക്ലാസ് കട്ട് ചെയ്യാതെ ക്ലാസ്സിലിരിക്കുന്ന, അന്നന്ന് ദിവസത്തെ പാഠങ്ങൾ അന്നന്ന് പഠിക്കുന്ന, പരീക്ഷയിൽ മികവ് പുലർത്തുന്ന, നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന സുഹൃത്തുക്കളായിരിക്കണം നമ്മുടെ റോൾ മോഡലുകൾ. അല്ലാതെയുള്ള സുഹൃത്തുക്കളല്ല നമ്മുടെ റോൾ മോഡലുകൾ. അങ്ങനെയുള്ള റോൾ മോഡലുകളെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബം നമ്മളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ മുഴുവൻ തകരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ കലാലയത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് നിങ്ങൾ പരിധി നിശ്ചയിക്കണം. വഴിവിട്ട് അതിരുവിട്ട് അധാർമികമായ ബന്ധങ്ങളോട് നിങ്ങൾ നോ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നാശവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും അതിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നോർത്ത് ഇന്ത്യയിലെ ഒരു വാർത്ത ഞാൻ കേട്ടതാണ്. കുടുംബജീവൻ നയിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവ് ജോലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ തിരിച്ചറിയുന്നു ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്. വിവാഹത്തിന് പുറത്തുള്ള ബന്ധം. വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾ കാണിക്കുന്ന അധാർമികമായിട്ടുള്ള ദാമ്പത്യ അവിശ്വസ്തത. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? 2 മക്കളുണ്ട്. 2 മക്കളുള്ള ഈ കുടുംബത്തിലെ ഈ അപ്പൻ പറഞ്ഞു, നിനക്ക് ആ ചെറുക്കനുമായിട്ടാണല്ലോ ഇപ്പോൾ ബന്ധം, ഞാൻ നമ്മുടെ മക്കളെ നോക്കിക്കൊള്ളാം, നീ അവനുമായിട്ട് പോയി വിവാഹം കഴിച്ച് ജീവിച്ചു കൊള്ളുക. എന്നിട്ട് ഇവന്റെ തന്നെ നേതൃത്വത്തിൽ അമ്പലത്തിൽ പോയി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അങ്ങനെ അവിഹിത ബന്ധമായി നടന്ന ആ ചെറുക്കനുമായിട്ട് ഇവൾ വിവാഹം കഴിക്കുവാൻ ഈ ഭർത്താവ് സമ്മതം പറഞ്ഞ് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്, ആ സമൂഹം കണ്ടത്, ആ ഗ്രാമം കണ്ടത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഇത്ര ശാന്തമായൊരു തീരുമാനമെടുത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി, ഞാൻ ഇവളുമായി ഇനി ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവളുടെ കാമുകൻ ഇവളും കൂടി എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെയുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവന് അപകടമുണ്ടാകുന്നു, എൻ്റെ മക്കൾക്ക് അപകടമുണ്ടാകുന്നു എന്നറിഞ്ഞ് ഞാൻ അവളെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രമാത്രം വിശ്വസ്തതയുള്ളവരായിരിക്കണം, നമ്മളെ ആളുകൾക്ക് എത്രമാത്രം വിശ്വാസ്യതയിൽ കാണാൻ കഴിയും, ഇതൊക്കെ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് പുലർത്തേണ്ട ചില ചിട്ടകളാണ്. നമ്മൾ ക്യാമ്പസിൽ കലാലയങ്ങളിലായിരിക്കുമ്പോൾ പല ഓഫറുകൾ പറഞ്ഞ് പല വാഗ്ദാനങ്ങൾ കൊടുത്ത് പലരുമായി നമ്മൾ സ്നേഹബന്ധത്തിലാകുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇവരെല്ലാം കൈയൊഴിഞ്ഞിട്ട് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് അടിസ്ഥാനമില്ലാത്ത വിശ്വസ്തതയില്ലാത്ത ബന്ധങ്ങൾ വളരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ കൊടുക്കുന്നു. എയർപോർട്ടിൽ IB ഉദ്യോഗസ്ഥയായിരുന്ന ഒരു പെൺകുട്ടിയെ അവൾ സ്നേഹിച്ച ഒരു ചെറുക്കൻ ഉപേക്ഷിച്ചു വന്നതിൻ്റെ പേരിൽ അവൾ ജോലി കഴിഞ്ഞ് നേരെ റെയിൽ പാളത്തിലേക്ക് പോയി അവിടെ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. അപ്പം അങ്ങനെ ഈ തെറ്റായ ചില ബന്ധങ്ങൾ, ചില അതുപോലെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുന്നു. വിശ്വസ്തത എന്നുള്ളത് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. വാക്കുകൾക്ക് വിലയില്ലാതെ വരുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. ആർക്കും ആരോടും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറുന്നു. നമുക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രിയുണ്ട്, PG ഉണ്ട്, പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ വിശ്വസ്തതയില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും സംഭാവന കൊടുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല സ്വഭാവ സവിശേഷതകൾ, ഗുണങ്ങൾ വളർത്തിയെടുക്കണം. നിങ്ങളെ വിശ്വസിക്കാം, എൻ്റെ വാക്കിനെ വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ ഭാവിയിൽ കുടുംബവും നിങ്ങളുടെ ബന്ധങ്ങളും എല്ലാം ഏറെയധികം ഫലം നൽകി നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് കലാലയത്തിലൂടെയുള്ള നമ്മുടെ പരിശീലനം ജീവിക്കാൻ വേണ്ടിയുള്ള പരിശീലനമായിരിക്കണം. ജീവിതത്തിൽ മൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശീലനമായിരിക്കണം. കേവലം അറിവ് മാത്രം സമ്പാദിച്ചുകൊണ്ട് ബുദ്ധിയുള്ളവരായി ഇറങ്ങിപ്പോകേണ്ടവരല്ല, മനസ്സുള്ളവരായി, ഒരു ആത്മാവുള്ളവരായി ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ
കോളേജിൻ്റെ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു കം ഔട്ട് ഓഫ് ദ സെൽഫ് ആൻഡ് ടു റീച്ച് ഔട്ട് ടു ദ അതർ വിത്ത് ഡിഗ്നിറ്റി, ചാരിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഒരു ഡിഗ്നിറ്റി, ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്കുണ്ടാകണം. ഒരു ചാരിറ്റിയുടെ ഒരു മുഖം, കരുണ കാണിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മുഖം ഈ കോളേജിൽ നിന്നിറങ്ങുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു തുല്യത, എല്ലാവരെയും സമഭാവനയിൽ കാണാനുള്ള ഒരു മനസ്സ്, എല്ലാ മതസ്ഥരോടും കാണിക്കേണ്ട സഹിഷ്ണുത, മറ്റുള്ളവരോട് കാണിക്കേണ്ട സഹിഷ്ണുത, ഇതൊക്കെ കലാലയത്തിലൂടെ പഠനത്തോടൊപ്പം നേടിയെടുക്കേണ്ട ചില ഗുണങ്ങളായി നമ്മൾ കരുതണം. അതിന് നമ്മുടെ കോളേജിലെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ. നമ്മുടെ മാനേജ്മെൻറ്റും സ്റ്റാഫും കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വലിയ മിഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഇടയാകട്ടെ. ഈ കോളേജിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾക്കും ഇവിടുത്തെ മറ്റ് തോമസ് അച്ഛനും അതുപോലെ കാരിക്കുമ്പലച്ചനും മറ്റു വൈദികർക്കും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. സ്റ്റാഫ് അംഗങ്ങൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യമുണ്ടാകട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ജീവിക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയട്ടെ, നിങ്ങളുടെ അധ്യാപകർക്ക് കഴിയട്ടെ. നിങ്ങൾ അതനുസരിച്ച് ഉയരുവാൻ നിങ്ങൾക്കും ഇടയാവട്ടെ. ചെറുപ്പത്തിലുണ്ടാകാവുന്ന ചാബല്യങ്ങളിൽ നിന്നെല്ലാം മാറി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ കോളേജിന്റെ സെലിബ്രേഷൻസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. Let's all rise up for the lamp lighting ceremony.